എന്നെ സഹായിക്കും. എന്നെ സഹായിക്കുന്നതല്ല, പുള്ളി ഭാവിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരല്ലേ എന്ന് പുള്ളി എന്നോട് പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ല സഹായിക്കുന്നത്, ഇനി ഭാവിയിലൊരു പ്രശ്നം ഇതുപോലെ വരല്ലേ, അതിന് വേണ്ടി ഞാൻ നിങ്ങളോട് കൂടെ നിൽക്കും എന്ന് തന്നെയാണ് പറഞ്ഞത്. അടുത്തത് ഡീനെ ഇതുപോലെ സസ്പെൻഡ് ചെയ്ത് ഈ കാന്തനാഥനെയും ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഡയറക്ടറോ പ്രൊഫസറോ എന്തോ ആ രണ്ടുപേരെ ഇതുപോലെ മാറ്റണം. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, അവർ രണ്ടുപേരാണ് കൂട്ടുനിന്നത് റാഗിങ്ങിന് കൂട്ടുനിന്നത്. അത് കഴിഞ്ഞ് കൊലപാതകത്തിന് ശേഷം തെളിവ് നശിപ്പിക്കാനും എല്ലാത്തിനും കൂട്ടുനിന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവരെ മാറ്റി നിർത്തിയിട്ട് അടുത്ത അന്വേഷണം നടത്തണം. ഈ വി സിയെ ഡീനെ സംരക്ഷിച്ചത് വി സി ആണെന്നാണോ പറയുന്നത്? ഇപ്പോൾ ഇത് വന്നല്ലോ, സസ്പെൻഷൻ വന്നല്ലോ, അതുകൊണ്ട് വി സി ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വി സിക്ക് പുറത്ത് പോകേണ്ടി വരില്ലായിരുന്നു. ഈ ഡീനെ വി സി സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാന്തനാഥനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം വി സിക്ക് പുറത്ത് പോകേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ വി സി കറക്റ്റ് ട്രാക്കിലാണ് പോയിരുന്നെങ്കിൽ ഡീനിന് പുറത്ത് പോകാമായിരുന്നു. അപ്പോൾ വി സി സംരക്ഷിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പുള്ളിക്ക് ഇങ്ങനെ ഒരു ഫേസ് ചെയ്യേണ്ടി വന്നത്. ഇസിക്കെതിരെ കടുത്ത നടപടി ഉണ്ടായിരിക്കുന്നു. അതിൽ ആശ്വാസം രേഖപ്പെടുത്തുകയാണ്. കടുത്ത നടപടി ഉണ്ടാകണം, ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുത്. ഇപ്പോൾ നമുക്ക് പൂക്കോട്ട് നിന്നുള്ള ദൃശ്യങ്ങളാണ് എന്ന് തോന്നുന്നു. പുതിയ ദൃശ്യങ്ങളൊക്കെ കാണാം. ടി സിദ്ദിഖ് MLA ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട്. വലിയ സംഘർഷാന്തരീക്ഷം അവിടെ നേരത്തെ നിലനിന്നിരുന്നതാണ്.